നമസ്കാരം, ഞാൻ ഡോക്ടർ ശിഖ മുരളി, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, പവിത്ര ആയുർവേദ ഹോസ്പിറ്റൽ, അടൂർ. ഞാൻ ഇന്ന് സ്ത്രീകളിൽ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ആർത്തവ ചക്രത്തിൽ ഉണ്ടാവുന്ന ക്രമക്കേടിനെ കുറിച്ചാണ്. സ്ത്രീകളിൽ ആർത്തവ ചക്രത്തിലെ ക്രമക്കേടുകൾ രോഗം മൂലവും അല്ലാതെയും ഉണ്ടാകാം. രോഗകാരണമല്ലാതെ എന്തൊക്കെ കൊണ്ടാണ് ആർത്തവ ചക്രത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ടെൻഷൻ, ഇതെല്ലാം ആർത്തവ ചക്രത്തിലെ ക്രമക്കേടിന് കാരണമാകാം. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മുലയൂട്ടുന്ന അമ്മമാരിൽ പ്രൊലാക്റ്റിന്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടാം. ഇത് ആർത്തവ ചക്രത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കാം. പിന്നീട് ആർത്തവ വിരാമം എത്താറായിട്ടുള്ള സ്ത്രീകളിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം, അതുപോലെ പീരീഡ്സ് വന്നാലും ആദ്യത്തെ 2 ദിവസങ്ങളിൽ മാത്രം ബ്ലീഡിംഗ് ഉണ്ടാവുക, 1 മാസത്തിൽ ഒന്നിലധികം തവണ പീരീഡ്സ് വരിക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മെനോപോസ് അനുബന്ധിച്ചുണ്ടാകുന്ന സാധാരണയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ എന്തൊക്കെ രോഗകാരണം കൊണ്ടാണ് ആർത്തവ ചക്രത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നത് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് PCOD, PCOS എന്ന് പറയുന്നത്. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഡോക്ടറെ PCODയും PCOSും ഒന്നാണോ എന്ന്. PCODയും PCOSും ഒന്നല്ല. PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജന്റെ അളവ് കൂടുകയും അതുവഴി ഓവലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അപ്പം നമ്മുടെ ഓവറിൽ ഇമ്മച്വർ ആയിട്ടുള്ള അണ്ടങ്ങൾ ഉണ്ടാവുകയും ഈ ഓവലേഷൻ നടക്കാതെ, അണ്ടവിസർജനം നടക്കാതെ വരുമ്പോൾ ഈ അണ്ടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും അത് ഒരു സിസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഈ PCOD സങ്കീർണതകളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ആൻഡ്രോജന്റെ അളവ് അമിത അളവിൽ കൂടുകയും സ്ത്രീകളിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച, മുഖക്കുരു, വന്ധ്യത, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ അമിതമായിട്ട് കൂട്ടുകയും ഹൃദ്രോഗത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ PCODയെക്കാട്ടിലും കുറച്ചും കൂടെ സങ്കീർണത നിറഞ്ഞ ഒരവസ്ഥയാണ്. രണ്ടും സമാനമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. പിന്നെ സ്ത്രീകളിൽ കാണുന്ന ആർത്തവ ക്രമക്കേടിന്റെ മറ്റൊരു കാരണമാണ് തൈറോയിഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസവും ആർത്തവ ക്രമക്കേടിന് കാരണമാകുന്നുണ്ട്. മറ്റൊരു കാരണമാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. ഗർഭാശയത്തിലും ഓവറിയിലും ഫെലോപ്പിയൻ ട്യൂബിലും ഒക്കെ ഉണ്ടാകുന്ന അണുബാധയ്ക്കാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന മറ്റൊരു പ്രധാന കാരണമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് അമിതമായിട്ടുള്ള രക്തസ്രാവം, വന്ധ്യത, നടുവേദന, അമിതമായിട്ടുള്ള വയറുവേദനയിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ഗർഭാശയ കോശങ്ങൾക്ക് സമീപമായിട്ടുള്ള കോശങ്ങൾ ഗർഭാശയത്തിന് പുറത്തേക്ക് വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആർത്തവ ക്രമക്കേടിന്റെ കാരണമാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അതായത് ഗർഭാശയ പേശികളിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഇത് പലർക്കും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ആർത്തവ ക്രമക്കേടിനുണ്ടാവുന്ന കാരണം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്യുന്നതായിരിക്കും ഉത്തമം. പിന്നീട് സ്ത്രീകളിൽ കാണുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് വെള്ളപ്പോക്ക്, ല്യൂക്കോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ല്യൂക്കോറിയ എന്ന് വെച്ചാൽ യോനിയിൽ നിന്നുണ്ടാവുന്ന സ്രാവമാണ്. ഇപ്പം നോർമലി സ്ത്രീകളിൽ യോനി സ്രാവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ദുർഗന്ധത്തോടെയും നിറവ്യത്യാസത്തോടെയും അമിതമായ അളവിൽ വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് ല്യൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ചികിത്സ തേടേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ്. പലരും നാണക്കേട് മൂലമൊക്കെ പുറത്തേക്ക് പറയാറുമില്ല, കൃത്യമായിട്ട് ചികിത്സ എടുക്കാറുമില്ല. ഇത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ കൃത്യമായ ചികിത്സ ഇതിനെല്ലാവരും, ഇങ്ങനൊരു കണ്ടീഷൻ ഉള്ളവരെല്ലാവരും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് ഒരിക്കൽ ചികിത്സ തേടിക്കഴിഞ്ഞാലും വീണ്ടും റെക്കറന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മെനോപോസ് വന്നിട്ടുള്ള സ്ത്രീകൾക്ക് ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് മൂലം റെക്കറന്റ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നതായിട്ട് കാണാറുണ്ട്.
പിന്നെ അതുപോലെ ഈ യോനിദ്വാരം മൂത്രദ്വാരത്തിലൊക്കെയുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് മൂത്രാശയ അണുബാധയിലേക്ക് നയിക്കാം. പിന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ്, മൂത്രം ഒഴിക്കാതെ തടഞ്ഞു വെക്കുക, വൃക്കയിലുണ്ടാവുന്ന കല്ലുകൾ, ഇതൊക്കെ മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകാം. അപ്പോൾ എന്താണ് വ്യക്തമായിട്ടുള്ള കാരണം എന്ന് ആദ്യമേ കണ്ടുപിടിക്കുക. കാരണം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സയായിരിക്കും ഈ മൂത്രാശയ അണുബാധയ്ക്ക് ഉത്തമം. സ്ത്രീകളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് നടുവേദന. നമ്മൾ മുന്നേ പറഞ്ഞ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതുപോലെ വെള്ളപ്പൊക്ക്, മൂത്രാശയ അണുബാധ, ഇതെല്ലാം നടുവേദനയ്ക്ക് കാരണങ്ങളാകാം. മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്കിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഗർഭസമയത്ത് പേശികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അമിതമായിട്ടുള്ള ശരീരഭാരം, അതുപോലെ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഈസ്ട്രജന്റെ അളവ് കുറയും. ഇത് അസ്ഥികൾക്ക് തേയ്മാനത്തിന് കാരണമാകുന്നു. പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. അപ്പോൾ പിന്നെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി, ഇതൊക്കെ നടുവേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ചികിത്സ ചെയ്യുക. സ്ത്രീകളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മൂഡ് സ്വിംഗ് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനമാണ് പലപ്പോഴും മൂഡ് സ്വിങ്സിന് കാരണമാകുന്നത്. മാനസിക ആരോഗ്യത്തിലൂടെ മാത്രമേ നമുക്ക് ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പവിത്ര ആയുർവേദ ഹോസ്പിറ്റലിൽ മൂഡ് സ്വിങ്സ് ഉള്ള രോഗികൾക്കായിട്ട് പ്രത്യേക കൗൺസിലിംഗ് വിഭാഗമുണ്ട്. കൃത്യമായ രോഗനിർണയത്തിലൂടെ ഓരോ അസുഖങ്ങൾക്കും നമ്മൾ ചികിത്സ ചെയ്യുന്നതാണ്. ബുക്കിങ്ങിനും കൂടുതൽ വിവരങ്ങളും അറിയുന്നതിനായി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. നന്ദി, നമസ്കാരം.